ശ്രീജിത് ബാലകൃഷ്ണനുണ്ട്. നമുക്കിപ്പം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് വളരെ വിശദമായി എത്തിക്കാൻ. ശ്രീജിത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നോക്കിയാലോ വാർത്തകൾ? തീർച്ചയായും സേതു, ഈ കിം ഫലം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, കിം ഫലം. മലയാള മനോരമയുടെ 1-ാം പേജിലെ പ്രധാന വാർത്തയുടെ തലവാചകമാണത്. പത്രം കണ്ടവർക്കറിയാം. വീക്ഷണമാണെങ്കിൽ കിം ഫലം സർക്കാരെ എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പേര് കേട്ടാൽ ഒരല്പം കൗതുകമൊക്കെ തോന്നുന്നു, എന്താണ് കിം ഫലം എന്ന്. പക്ഷേ വാർത്ത അത്ര കൗതുകമുള്ളതല്ല എന്നുള്ളതാണ്, കാര്യമാണ് വാർത്ത. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി ഈ മാസം 1-ന് പ്രസിദ്ധീകരിച്ച കീം റാങ്ക് ലിസ്റ്റ് അത് കിം എന്നല്ല, കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കി. എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്തയും അതുതന്നെയാണ്. കിം ഫലം എന്നുള്ളത് കീം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണെന്നാണ് അതിൽ പറയാനുള്ളത്. പ്രധാന മനോരമയിൽ തന്നെ പോകാം എന്ന് തോന്നുന്നു. കീം റാങ്ക് ലിസ്റ്റ് ഒരുപക്ഷെ നിരവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രവേശന ഫലം വരുന്നതാണത്. സ്വാഭാവികമായും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശനം 10-ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ എഞ്ചിനീയറിംഗ് ആണോ മെഡിസിൻ ആണോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയിൽ ഉള്ള കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ എഞ്ചിനീയറിംഗ് പ്രവേശന ഫലം വരുന്നത് കീം വഴിയാണ് എന്നുള്ളതാണ്. ഈ റാങ്ക് ലിസ്റ്റാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. അത് ഹൈക്കോടതി റദ്ദാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. സർക്കാർ അതിൽ ഒരു വലിയ എടിപിടി എന്നുള്ളൊരു നിലപാടെടുത്തു എന്നുള്ളതാണ് അതിൽ കാണേണ്ടത്. അത് ഞാൻ വേഗം മാതൃഭൂമി നോക്കി 1-2 കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകാം. കീം റാങ്ക് നിർണ്ണയ ഫോർമുലയിൽ അവസാനം മാറ്റം വരുത്തിയത് തെറ്റെന്ന് ഹൈക്കോടതി. പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കണം. സർക്കാരും കോടതിയും വാദങ്ങൾ, രണ്ടുപേരുടെയും വാദങ്ങൾ, കോടതി പറഞ്ഞതും സർക്കാർ പറഞ്ഞതും മാതൃഭൂമി രണ്ട് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ കാര്യങ്ങൾ വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് മാതൃഭൂമി എടുത്തത്. ഹെഡിങ് മനോരമയാണെങ്കിൽ പോലും ഒരുപക്ഷെ വാർത്ത കുറച്ചും കൂടി സമഗ്രമായി കാണുന്നത് മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. കോടതി പറഞ്ഞ കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ പറയാം. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ. കളി തുടങ്ങിയ ശേഷം ചട്ടം മാറ്റാനാകില്ല. എന്താ കോടതി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മത്സരം ആരംഭിച്ച ശേഷം അതിൻ്റെ ചട്ടം മാറ്റുന്നത് ശരിയല്ലല്ലോ എന്നാണ് കോടതി ചോദിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. ജൂലൈ 1-ന് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത്. ഇത് നിയമവിരുദ്ധവും സ്വേച്ഛാപരവുമാണ് എന്നാണ് കോടതി പറയുന്നത്. പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് പ്രോസ്പെക്ടസ് നിയമവിരുദ്ധമാണെന്ന അമാനുഷിക ജ്ഞാനം സർക്കാരിനുണ്ടായതെന്നും കോടതി പറയുന്നു. ഫോർമുലയിൽ അവസാന നിമിഷം മാറ്റം വരുത്തിയത് അംഗീകരിക്കാനാകില്ല. കളി തുടങ്ങിയ ശേഷം ചട്ടത്തിൽ മാറ്റം വരുത്താനാകില്ല എന്നാണ് കോടതി പറയുന്നത്. സർക്കാർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിലവിലെ ഫോർമുലയിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾ റാങ്ക് നിർണ്ണയിക്കുമ്പോൾ പിന്നിലാകുകയാണ്. മാറ്റം വരുത്തിയത് തുല്യ അവസരം നൽകാനാണ്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ ഫോർമുലയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നും സർക്കാർ വാദം. എന്തായാലും സർക്കാരിന് ഏറ്റവും അവസാനം തോന്നി എന്നുള്ളതാണ് കോടതിയുടെ വാദം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് കേരള സിലബസിൽ പഠിച്ച കുട്ടികളാണ് എന്നുള്ളത് സുവ്യക്തമാണ്. മറ്റ് CBSE സിലബസിലൊക്കെ പഠിച്ചു വന്നവർക്ക് ഈ പ്രശ്നം വരാനില്ല. പരീക്ഷ നടത്തിയതിന് ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ അത് എപ്പോൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇടയ്ക്ക് വെച്ച് കളി നിയമങ്ങൾ മാറ്റാനാകില്ല. അങ്ങനെ വളരെ വിശദമായി തന്നെ കോടതി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനോരമ 9-ാം പേജിലും എഡിറ്റോറിയൽ പേജിലും ഒക്കെ ഇതിനെക്കുറിച്ച് വിശദമായി വാർത്തകൾ എഴുതിയിട്ടുണ്ട്. കുട്ടികളെ വലച്ചതിന് ഉത്തരവാദി സർക്കാർ എന്ന് എഡിറ്റോറിയൽ വരെ മനോരമ എഴുതുന്നു. ഹൈക്കോടതി ഉത്തരവിലൂടെ റാങ്ക് ലിസ്റ്റ് റദ്ദായത് അധികൃതർക്കൊരു പാഠം എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായി ഇതിനെക്കുറിച്ച് വാർത്തകൾ എഴുതി പോകുന്നുണ്ട്. 9-ാം പേജിൽ കീം റാങ്ക് ലിസ്റ്റ് ഉഴപ്പി സർക്കാരിന് പിഴച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ എല്ലാ പത്രങ്ങളുടെയും, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്ത കീം പട്ടിക റദ്ദാക്കിയെന്ന് മാധ്യമം, കീം ഫലം റദ്ദാക്കിയെന്ന് സുപ്രഭാതം, കീം ഫലം റദ്ദാക്കിയെന്ന് മംഗളം. അങ്ങനെ വ്യാപകമായി മാറ്റങ്ങൾ ഹൈക്കോടതി റദ്ദാക്കി. കീം റാങ്ക് ലിസ്റ്റ് അസാധു എന്നാണ് ജന്മഭൂമി പറയുന്നത്. എന്തായാലും ഇതൊരു പക്ഷേ സർക്കാരിന് വലിയ തിരിച്ചടി എന്നുള്ളതിനപ്പുറത്ത് ഒരുപാട് കുട്ടികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ അവരെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ദേശാഭിമാനി അതിന് മറുവശം കാണുന്നുണ്ട്. കീം റാങ്ക് പട്ടിക റദ്ദാക്കൽ സർക്കാർ അപ്പീൽ നൽകിയെന്നാണ് ദേശാഭിമാനി പറയുന്നത്. റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിൽ സമവാക്യം മാറ്റിയത് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം. വീണ്ടും റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് പ്രവേശന പ്രക്രിയകളെ തകിടം മറിക്കുമെന്നും ദേശാഭിമാനി വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് റാങ്ക് പട്ടികയാണ് കീം. അതിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. എന്തായാലും +2 പാസ്സായാൽ ഏത് ബോർഡിന് കീഴിലായാലും പ്രവേശന പരീക്ഷ മാർക്കിനെ ബാധിക്കാതിരിക്കാനുള്ള ഏകീകരണ പ്രക്രിയയുടെ ഭാഗമായി ഭേദഗതി കൊണ്ടുവന്നതൊക്കെ സർക്കാരിൻ്റെ വാദമുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ വാദമൊക്കെ കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അവസാന നിമിഷത്തെ കളി നടക്കില്ല എന്നാണ് കോടതി പറയുന്നത്. വളരെ വിശദമായി തന്നെ പത്രങ്ങളെല്ലാം അത് വാർത്ത നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി ഒരുപക്ഷെ മറുവശം കടന്ന് സർക്കാർ അതിൽ അപ്പീൽ നൽകി എന്ന വാർത്ത കൂടി പറയുന്നുണ്ട്. എന്തായാലും അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നായി കാണേണ്ടത്. ഈ കീം റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട് ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ ഉണ്ടാകും
ഉണ്ടാകും എന്നുറപ്പാണ്. മറ്റൊന്ന്, ഇന്നലെ ദേശീയ പണിമുടക്കായിരുന്നു. BMS ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും പണിമുടക്കിൻ്റെ ഭാഗമായി രാജ്യമെമ്പാടും ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോൾ രാജ്യമെമ്പാടും വലിയ പണിമുടക്ക് പ്രഖ്യാപനം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ വലിയ രൂപത്തിൽ ബാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം അവിടെയൊന്നും ഇടത് പാർട്ടികൾക്കും കോൺഗ്രസിനൊന്നും വലിയ സ്വാധീനമില്ല എന്നുള്ളതുകൊണ്ട് വലിയ രൂപത്തിൽ അവിടെയൊന്നും പണിമുടക്ക് ബാധിച്ചില്ല. പക്ഷേ കേരളത്തിൽ പണിമുടക്ക് സ്വാഭാവികമായും ബാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ മനോരമ വായിച്ചാൽ പൊതുജനം ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പൊതുജനം അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് മനോരമ വായിച്ച് നല്ലതുപോലെ മനസ്സിലാക്കാം. അതാ ഞാൻ ആ വാർത്തയിലേക്ക് പോകാം. പക്ഷേ എന്തിനായിരുന്നു പണിമുടക്ക് എന്ന് മനസ്സിലാകില്ല എന്നുള്ളതാണ് ഈ പത്രത്തിൻ്റെ പ്രത്യേകത. അതുകൂടി പറഞ്ഞു പോകാം. അധ്യാപകരെ പൂട്ടിയിട്ടു, കാറിൻ്റെ കാറ്റഴിച്ചു വിട്ടു, ജോലിക്കെത്തിയവർക്ക് മർദ്ദനം, കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണം എന്നുള്ളതാണ് മനോരമയുടെ ഒന്നാം പേരിലെ ഏറ്റവും വലിയ വാർത്ത. സമരപ്പൂട്ട് പൊളിച്ച് തിരുവനന്തപുരം അരുവിക്കര ഗവൺമെൻറ് LP സ്കൂളിൽ അധ്യാപകരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടതിനെ തുടർന്ന് പോലീസ് ഗേറ്റിൻ്റെ പൂട്ട് പൊളിക്കുന്നു അടക്കം വലിയ രൂപത്തിൽ ആ വാർത്തയുണ്ട്. ജോലിക്കെത്തിയവർക്ക് മർദ്ദനം. തിരുവനന്തപുരം ആറ്റിങ്ങൽ കാട്ടാക്കട അങ്ങനെ പല ഹൈസ്കൂൾ, ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസ്, കൊല്ലം ചവറ പഞ്ചായത്ത് ഓഫീസ്, ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസ്, കുമളി മൈനർ ഇറിഗേഷൻ ഓഫീസ്, പീരുമേട് തപാൽ ഓഫീസ്, കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലാ ഓഫീസ്, പിണറായി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലെല്ലാം ജോലിക്കെത്തിയവർക്ക് മർദ്ദനമേറ്റു. മൂവാറ്റുപുഴയിൽ KSRTC ബസ്സിൻ്റെ ചില്ല് എറിഞ്ഞു തകർത്തു. ഗുരുവായൂരിൽ പടിഞ്ഞാറ് നടയിൽ ഹോട്ടൽ അടിച്ചു തകർത്തു. അങ്ങനെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും വലിയ വശം ജനങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനോരമ വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഈ പണിമുടക്ക് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാകില്ല എന്നുള്ളതാണ് വസ്തുത. അത് വായിക്കണമെങ്കിൽ എന്തിനായിരുന്നു പണിമുടക്ക് എന്നറിയണം. കാരണം കഴിഞ്ഞ 5 മാസമായി തൊഴിലാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസം ജൂലൈ 9-ാം തീയതി പണിമുടക്കാണ് എന്ന രൂപത്തിൽ വലിയ പ്രചാരണമൊക്കെ നടത്തിയതാണ്. ദേശീയ പണിമുടക്കാണ് എന്നുള്ള വലിയ പ്രചാരണം നടത്തി. പക്ഷേ പണിമുടക്ക് എന്തിനാണെന്നും കൂടി പറയാതെ ഈ വാർത്ത എഴുതിയതിനോട് പ്രസ് സ്റ്റോപ്പിന് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. മാതൃഭൂമി വായിച്ചാൽ കാര്യം മനസ്സിലാകും. മാതൃഭൂമിയും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ പോയ ബ്രാഞ്ച് സെക്രട്ടറിയെയും വിടാതെ പണിമുടക്ക്. CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അദ്ദേഹം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. CPM കാഞ്ഞങ്ങാട് മാക്കി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ കാർ, അനീഷിൻ്റെ കാറാണ് കോട്ടശ്ശേരിയിൽ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞത്. അതും സ്വാഭാവികമാണ്, പണിമുടക്ക് അനുകൂലികൾ തടയും. പക്ഷേ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണോ എന്ന് നോക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് വാർത്ത കാണുന്നത്. പക്ഷേ തൊട്ട് താഴെ മാതൃഭൂമി കാര്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പണിമുടക്കിൽ കേരളം നിശ്ചലം, ദേശീയ തലത്തിൽ ചലനമുണ്ടാക്കിയില്ല. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിച്ചു. അതാണ് വാർത്ത. പലയിടത്തും പ്രതിഷേധക്കാർ സ്വകാര്യ വാഹനങ്ങൾ അടക്കം തടഞ്ഞു. ജീവനക്കാർ പണിമുടക്കില്ലെന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വാക്ക് പാഴ്വാക്കായി. വാർത്ത എന്നുള്ളത് മനോരമ മറന്നുപോയി. മനോരമ വാർത്തയ്ക്ക് അപ്പുറത്തെ കാര്യത്തിലേക്ക് പോയപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യം എന്താണെന്ന് പറയുന്നില്ല. എല്ലാ പത്രങ്ങളെയും വേഗം ഒന്ന് വായിച്ചു പോകും. മാധ്യമം, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ ജനജീവിതം നിശ്ചലം. ഇത് മാധ്യമമാണ് പറയുന്നത്. സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണം. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ഒഴികെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക്. ഇത് സുപ്രഭാതം പറയുന്നു. മംഗളവും ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ദീപിക പറയുന്നത്, കേരളത്തിൽ മാത്രം പണിമുടക്ക് വഴിമുടക്കി കേരളത്തിൽ മാത്രം. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പൂർണ്ണം. ഇങ്ങനെ ഞാൻ വേഗത്തിൽ വായിച്ചു പോവുകയാണ്. എല്ലാ പത്രങ്ങളും ഇൻട്രോ തുടങ്ങുന്നത് അങ്ങനെയാണ്. പക്ഷേ മനോരമ മാത്രം അത് തുടങ്ങിയില്ല എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ദേശാഭിമാനിയൊക്കെ സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിലാണ് പോരാട്ടത്തിന് പുതുനാന്ദി എന്നെല്ലാം പറഞ്ഞ് വലിയ വാർത്തയെ നൽകിയിട്ടുണ്ട്. പണിമുടക്കിൻ്റെ മറവിൽ വ്യാപക അക്രമം എന്നുള്ളതാണ് ജന്മഭൂമിയുടെ ഒന്നാം പേജിലെ വാർത്ത. അങ്ങനെ പത്രങ്ങൾ ആ രൂപത്തിൽ പല രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ആഗ്രഹിച്ചത്. ഇനിയൊന്ന് പെട്ടെന്ന് പോയി വരാനുള്ളത് ഒരു മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ ഒരു മനോഹരമായ വാർത്തയെക്കുറിച്ചാണ്. ചില വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾക്കൊരു ദിവസം നന്നായി തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. മാതൃഭൂമിയുടെ വാർത്ത ഇങ്ങനെയാണ്: കാളിക്ക് സരസ്വതി കടാക്ഷം എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. കാളിയും സരസ്വതിയും രണ്ട് പേരാണ്. പാലക്കാട് ചുണ്ണാമ്പുതറയിലെ ശാന്തിനികേതനം വൃദ്ധസദനത്തിൽ നിന്നാണ് ആ വാർത്ത. പൊന്നിനേക്കാൾ തിളക്കമുള്ള സൗഹൃദത്തിൻ്റെ കഥയാണത്. ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും മികച്ച വാർത്ത എന്ന് പറയേണ്ടത് ഈ പണിമുടക്ക് വാർത്തയിലും കീമിലും ഒക്കെ മുടങ്ങിക്കിടക്കുന്ന മറ്റു വാർത്തകൾക്കപ്പുറത്ത് ഇതൊരു വലിയ വാർത്ത, അല്ലെങ്കിൽ നല്ല വാർത്ത എന്ന് വേണം കാണാൻ. ചുണ്ണാമ്പുതറയിലെ ശാന്തിനികേതനം വൃദ്ധസദനത്തിൽ കാളിയമ്മയുടെ കഴുത്തിലെ സ്വർണ്ണമാലയ്ക്ക് ഇപ്പോൾ സ്നേഹത്തിൻ്റെ തിളക്കമാണ്. അത് ഇൻട്രോ മാത്രമാണ്. ഞാൻ കഥ വേഗം പറഞ്ഞു പോകാം. കാളിയമ്മയുടെ സ്വർണ്ണമാല പണയത്തിലായിരുന്നു. പണയം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിൽ പറയുന്നു. രണ്ടുപേരും. അപ്പോൾ തൊട്ടപ്പുറത്താണ് സരസ്വതി എന്ന് പറയുന്ന മറ്റൊരു വൃദ്ധസദനത്തിലെ അവർ അവിടെ കിടക്കുകയായിരുന്നു. തൊട്ടപ്പുറത്ത് ബെഡിൽ കിടക്കുന്നു. അവരിത് കേൾക്കുന്നു. അപ്പോൾ ഇവരുടെ കാളിക്ക് പൈസയില്ല ഈ പണം എടുക്കാൻ. സരസ്വതിയുടെ അക്കൗണ്ടിൽ അവരുടെ പെൻഷൻ, ക്ഷേമ പെൻഷൻ കിട്ടിയ പൈസയുണ്ട്. ആ ക്ഷേമ പെൻഷൻ കിട്ടിയ പൈസ ആ അക്കൗണ്ടിലെടുത്ത് ബാങ്കിൽ കൊടുക്കുന്നു. ഈ സ്വർണ്ണമാല എടുത്തു കൊടുക്കുന്നു. തൊട്ടപ്പുറത്ത് വൃദ്ധസദനത്തിൽ രണ്ടുപേർ കിടക്കുകയാണ്. ആരോരും നോക്കാനും ഒന്നുമില്ലാതെ രണ്ടുപേരെ വൃദ്ധസദനത്തിലാക്കിയേക്കാണ്. ഒരാളെ പഞ്ചായത്താണ് വൃദ്ധസദനത്തിലാക്കിയിട്ടുള്ളത്, മറ്റൊരാൾ സ്വാഭാവികം അവിടെ വന്ന് പെട്ടതാണ്. അങ്ങനെ ഈ രണ്ടുപേർ ചേരുന്നു. രണ്ടുപേർ പരസ്പരം അവരുടെ വേദനകൾ പങ്കുവെക്കുന്നു. ആ മാല എടുത്തു കൊടുക്കുന്നു. ഈ പ്രായത്തിൽ ഈ വയസ്സ് ഇത്രയും പ്രായത്തിലും സ്വർണ്ണമാല വേണമെന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വേറെ ചോദ്യം. പക്ഷേ അവരുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണെന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ബീന ഗോവിന്ദ് പാലക്കാട് നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാട് ചുണ്ണാമ്പുതറയിലെ ശാന്തിനികേതനം വൃദ്ധസദനത്തിൽ നിന്ന് പൊന്നിനേക്കാൾ
തിളക്കമുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ. ഞാൻ ഇനി വേഗം അടുത്ത വാർത്തകളിലേക്ക് പോകുന്നു. ഇനി മറ്റൊരു വാർത്ത പറയാനുള്ളത്, ഇതിനകത്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. അത് ദീപിക മാത്രമാണ് ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നതും റാഗിംഗ് ആണ്. റാഗിംഗ് എന്താണെന്ന് നമുക്കറിയാം. കോളേജുകളിൽ ഒക്കെ നടക്കുന്ന റാഗിംഗ് വലിയ രൂപത്തിലാണ് പോകുന്നത്. അത് കേസെടുക്കാവുന്നതും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്ന കാര്യമാണ്. ഇനി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നതും റാഗിംഗ് ആണെന്നാണ് UGC പറയുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവരും ശ്രദ്ധിക്കുക, അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മറ്റു പത്രങ്ങളൊന്നും ഈ വാർത്ത കണ്ടിട്ടില്ല. കുട്ടികൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. കാരണം വാട്സപ്പ് ഗ്രൂപ്പിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതുവഴി ഉള്ള ഭീഷണിപ്പെടുത്തലും റാഗിംഗായിട്ട് കണക്കാക്കുമെന്ന് ശ്രദ്ധിക്കണം. ദീപിക ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കുന്നു. മറ്റൊന്ന്, ഇന്നലെ ഗുജറാത്തിൽ ഒരു വലിയ പാലം, ഏതാണ്ട് 1 കിലോമീറ്ററിനടുത്ത് വരും ആ പാലത്തിൻ്റെ നീളം, 900 മീറ്ററാണ്. ആ പാലത്തിൻ്റെ ഒരു സ്പാൻ പൂർണ്ണമായും തകർന്നു വീഴുന്നു. ഏതാണ്ട് 11 പേർ മരിക്കുന്നു. ആ വാർത്ത എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ വലിയ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. സുപ്രഭാതവും, ദേശാഭിമാനിയും, കേരളകൗമുദിയും, മനോരമയും ഒക്കെ. മനോരമ ഒന്നാം പേജിൽ തന്നെ ആ ചിത്രത്തോടൊപ്പം തന്നെ ഗുജറാത്തിൽ പാലം തകർന്ന് വാഹനങ്ങൾ നദിയിൽ വീണു, 11 മരണം, അപകടത്തിൽപ്പെട്ടത് 2 ലോറി ഉൾപ്പെടെ 6 വാഹനങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ ഈ വാർത്തയിലേക്ക് പോകാനുള്ള കാരണം, കേരളത്തിൽ ദേശീയപാത തകർന്നു വീണപ്പോൾ ഉണ്ടായൊരു കോലാഹലം ദേശീയ തലത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ ഗുജറാത്തിൽ ഇത്രയും വലിയ അപകടമുണ്ടായി എന്ന രൂപത്തിൽ വാർത്ത നൽകിയിട്ടുള്ളൂ എന്നാണ് കാണുന്നത്. മറ്റ് പത്രങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ രൂപത്തിലൊന്നും ആ രൂപത്തിൽ വാർത്ത കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല എന്നും കാണാൻ. പക്ഷേ മലയാള പത്രങ്ങളെല്ലാം സ്വാഭാവികമാണ്, ഒരു വലിയ അപകടമാണ്, അപകടത്തിനപ്പുറത്ത് വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. 200 കോടിയിലധികം രൂപ മുടക്കി കഴിഞ്ഞ വർഷമാണ് ഈ പാലം പുതുക്കി പണിത് എന്നുള്ളതാണ് ആ വാർത്തയുടെ ഏറ്റവും വലിയ കൗതുകം. അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ അനാസ്ഥയും. 200 കോടിയിലധികം രൂപ മുടക്കി പുതുക്കി പണിത പാലമാണ് ഈ രൂപത്തിൽ പൊളിഞ്ഞു കിടക്കുന്നത് എന്ന് വേണം കാണാൻ. 11 പേരുടെ ജീവനാണ്. വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പാലത്തിന് താഴേക്ക് വീഴുന്നു, അപകടം സംഭവിക്കുന്നു, മരണം സംഭവിക്കുന്നു എന്നുള്ളത്. ഇനിയൊന്നുള്ളത് സർക്കാർ ആശുപത്രികളെക്കുറിച്ചാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ കഴിഞ്ഞ ആഴ്ചകളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ബിന്ദു എന്ന് പറയുന്ന യുവതി മരിക്കുന്നു, വീട്ടമ്മ മരിക്കുന്നു. കെട്ടിടം തകർന്നു വീണാണ് ആ വീട്ടമ്മ മരിക്കുന്നത്. ഇനി അതിൻ്റെ തുടർച്ചയാണ് 134 സർക്കാർ ആശുപത്രികളിൽ തകർന്നു വീഴാവുന്ന കെട്ടിടങ്ങളുടെ എണ്ണം 225 എന്നുള്ളതാണ്. ഇത് മനോരമയും മാതൃഭൂമിയും വാർത്ത 7-ാം പേജിൽ നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. വിവരം ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടിലാണ്. മെഡിക്കൽ കോളേജുകളുടെ പട്ടിക പുറത്തു വന്നിട്ടില്ല. ഇത് മറ്റ് ആശുപത്രികളിലാണ്, മെഡിക്കൽ കോളേജുകളല്ല, മറ്റ് ആശുപത്രികളുടെ, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, അവിടുത്തെ കണക്കുകളാണ്. എന്നിട്ടും 134 ആശുപത്രികളിൽ 225 തകർന്നു വീഴാവുന്ന കെട്ടിടങ്ങളുണ്ട് എന്നുള്ളത് വലിയ കണക്കാണ്. ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രികൾ എന്നുള്ളത് വലിയ വാർത്തയായി എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. ഒരുപക്ഷെ ഇതൊരു മുന്നറിയിപ്പായിട്ട് സർക്കാർ കണക്കാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. സേതു, ഓക്കെ ശ്രീജിത്ത്. അപ്പോൾ വാർത്തകൾ വളരെ വിശദമായി എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പത്രമൊന്നും വായിക്കണ്ടല്ലോ. എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ടതും നമ്മൾ ഇനി എങ്ങാനും വിട്ടുപോയല്ലോ എന്ന് ഓർത്ത് അതുപോലും ശ്രീജിത്ത് ബാലകൃഷ്ണൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ